നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. ഈ മാസം 17 ആരംഭിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന് ഒരുക്കം പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ. രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തി തീരദേശ മേഖലയിൽ ന്യൂഡിൽസിന് സമാനമായ പാക്കറ്റ് മിശ്രിതത്തിന്റെ വിൽപ്പന. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമുള്ള കടകളിലാണ് വൈവ എന്ന പേരിലുള്ള മിശ്രിതം വിൽക്കുന്നത്. പാക്കറ്റിലുള്ള മിശ്രിതത്തിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടെന്ന് സംശയം. കാറളം ആവൽച്ചിറ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം. നാട്ടുകാർ യാത്രാ ദുരിതത്തിൽ. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക് വിശദമായി. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗം തീരുമാനിച്ചു. ഈ മാസം 17 ആരംഭിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 5000 പേർക്ക് മഴ നനയാതെ വരി നിൽക്കാനുള്ള പന്തൽ നിർമ്മിക്കും. TSGS സ്റ്റേഡിയത്തിന് സമീപത്തെ ദേവസ്വം പറമ്പിൽ വാഹന പാർക്കിംഗ് ഏർപ്പെടുത്തും. ഭക്തർക്കായി ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. സാമൂഹിക വിരുദ്ധ ശല്യവും മോഷണവും തടയുന്നതിനായി ക്ഷേത്രത്തിലും പുറത്തുമായി കൂടുതൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. അടിയന്തര ചികിത്സയ്ക്കായി ബെഡുകൾ, ആംബുലൻസ്, മരുന്നുകൾ എന്നിവ ഏർപ്പെടുത്തും. ഇതോടനുബന്ധിച്ച് ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരുടെ സേവനവും ലഭ്യമാക്കും. ഫയർഫോഴ്സ് സേവനത്തോടൊപ്പം കുടിവെള്ള സൌകര്യം, ക്ഷേത്ര പരിസരങ്ങളിൽ കൂടുതൽ വഴിവിളക്കുകൾ എന്നിവ ഏർപ്പെടുത്തും. ക്ഷേത്ര പരിസരങ്ങളിൽ പകർച്ചവ്യാധികൾ തടയാൻ ഫോഗിംഗ് നടത്തുവാനും യോഗം തീരുമാനിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ EA രാജൻ, KD ബാഹുലേയൻ, സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ KR ഹരിദാസ്, സെക്രട്ടറി V രാജലക്ഷ്മി, ദേവസ്വം മാനേജർ VN സ്വപ്ന എന്നിവർ സംസാരിച്ചു. വലപ്പാട് CI R രതീഷ് കുമാർ, SI KJ ആന്റണി, ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തീരദേശ മേഖലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചാരം നേടിയ പാക്കറ്റ് മിശ്രിതത്തിൽ രക്ഷിതാക്കൾക്ക് ആശങ്ക. ന്യൂഡിൽസിന് സമാനമായ പാക്കറ്റ് മിശ്രിതത്തെക്കുറിച്ചാണ് രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നത്. ആകർഷകമായ വർണ്ണങ്ങളിലുള്ള കവറിലാണ് ഇവ വിറ്റഴിക്കുന്നത്. 5 ഗ്രാമിന്റെ പാക്കറ്റ് ഒന്നിന് 1 രൂപ മാത്രമാണ് വില. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമുള്ള കടകളിലാണ് ഇവ പ്രധാനമായും വിൽക്കുന്നതെന്ന് പറയുന്നു. വൈവ എന്ന പേരിലുള്ള ചിക്കൻ ഭൂജിയാണ് പാക്കറ്റിലുള്ളത്. കുട്ടികൾ നാക്കിനടിയിലും ചുണ്ടിനു താഴെയും ഇവ വച്ച് രുചിക്കുന്നതാണ് രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. പെൺകുട്ടികളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പാക്കറ്റിനുള്ള മിശ്രിതത്തിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ഇവയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി ഫുഡ് സേഫ്റ്റിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. കാറളം ആവൽച്ചിറ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിലായതുമൂലം പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതമേറുന്നു. 2 വർഷം മുമ്പാണ് KLDC കനാലിന്റെ ഭാഗത്തുള്ള ആവൽച്ചിറയിൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കോടികൾ മുടക്കിയാണ് ഇരുകരകളിലുമുള്ള ജനങ്ങൾക്ക് സഞ്ചാരത്തിനായി പാലം നിർമ്മിക്കുവാൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാർ ഇടപെട്ട് പണം നൽകിയത്. എന്നാൽ പിന്നീട് പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. കാലാവസ്ഥയുടെയും മറ്റും കാരണങ്ങൾ പറഞ്ഞ് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിലൂടെയുള്ള വാട്ടർ അതോറിറ്റി പൈപ്പുകളുടെ ബലക്ഷയവും പാല നിർമ്മാണത്തിന് തടസ്സമായി. 2 മാസം മുമ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. KLDCയും കാറളം പഞ്ചായത്തും തമ്മിലുള്ള തർക്കമാണ് അപ്രോച്ച് നിർമ്മാണം ആരംഭിക്കാത്തതിന്റെ കാരണമെന്നാണ് സൂചന. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ് നിർമ്മിക്കുവാൻ KLDC അധികൃതർ തയ്യാറായിട്ടില്ല. പാലം നിർമ്മിച്ച KLDC അധികൃതർ തന്നെ റോഡ് നിർമ്മിക്കണമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. ഗവൺമെന്റിന്റെ ഇരു ഏജൻസികളും തമ്മിൽ മത്സരിക്കുമ്പോൾ ദുരിതത്തിലായത് സാധാരണക്കാരായ ജനങ്ങളാണ്. പ്രദേശത്തെ ജനങ്ങൾക്ക് കാട്ടൂരിലേക്കും സർക്കാർ ആശുപത്രിയിലേക്കും പോകണമെങ്കിൽ 8 കിലോമീറ്ററിലധികം വളഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇക്കരെയുള്ളവർക്ക് കാറളം പഞ്ചായത്തിലേക്കും സ്കൂളിലേക്കും എത്തിപ്പെടണമെങ്കിൽ അധിക ദൂരം സഞ്ചരിക്കണം. അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല. പ്രദേശത്തെ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും അപ്രോച്ച് റോഡ് നിർമ്മിച്ച് പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ്. TCV ഇരിങ്ങാലക്കുട. ചമ്മന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ശനിയാഴ്ച രാവിലെ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഉദ്ഘാടനം ചെയ്യും. KV അബ്ദുൾ ഖാദർ MLA അധ്യക്ഷത വഹിക്കും. 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള സ്കൂൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ അപകടാവസ്ഥയിലായിരുന്നു കെട്ടിടം. സ്വന്തം ഭൂമി ഇല്ലാത്തതിനാൽ പുതിയ കെട്ടിടം എന്ന ആവശ്യവും നടന്നില്ല. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CT സോമരാജ്, മെമ്പർ T കുഞ്ഞുമൊയ്തു എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിന് 4 ലക്ഷം രൂപ ചിലവിൽ 20 സെന്റ് ഭൂമി വാങ്ങാനുള്ള നടപടി പൂർത്തിയാക്കിയത്. പുതിയ ഭരണസമിതിയുടെ ശ്രമഫലമായി SSA കെട്ടിടം നിർമ്മിക്കാൻ 50 ലക്ഷം രൂപ അനുവദിച്ചു. ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്ന് 1,60,000 രൂപ ചെലവിൽ പാചകപ്പുരയുടെ നിർമ്മാണവും നടക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ലീനസ്, മെമ്പർമാരായ P രാജൻ, T കുഞ്ഞുമൊയ്തു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള സർക്കാരിന്റെ പുരസ്കാരം നേടിയ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ.എ. മാഹിന് ആശുപത്രി ജീവനക്കാർ സ്വീകരണം നൽകി. ആശുപത്രി ജീവനക്കാർ ഏർപ്പെടുത്തിയ ഉപഹാരം ഡോക്ടർ വി.കെ. ദിനകരൻ പുരസ്കാര ജേതാവിന് സമ്മാനിച്ചു. എൻ.ഐ. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ കെ.എ. മുജീബ്, മനോജ് ഡേവിസ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രത സമിതിയുടെ ഉപഹാരം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ഡോക്ടർ മാഹിന് സമ്മാനിച്ചു. ജലസേചന വകുപ്പിന്റെയും വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അനാസ്ഥ മൂലം വേലൂരിൽ ഇരിപ്പൂ കൃഷിയിൽ നിന്ന് കർഷകർ പിൻവാങ്ങുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നാണ് കർഷകർ കുട്ടനാടൻ കൃഷിയിലേക്ക് പിൻവാങ്ങുന്നത്. ജലസേചനത്തിന്റെ അപര്യാപ്തതയാണ് വേലൂർ പാടശേഖരത്തിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. തിമിർത്തു പെയ്യുന്ന മഴയിലും കൃഷിക്കായി വെള്ളം ലഭിക്കാതെ കർഷകർ വലയുകയാണ്. ഇരിപ്പൂ കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കാതായതോടെ പാടശേഖരത്തിലെ കർഷകർ കൂട്ടത്തോടെ കുട്ടനാടൻ കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. വാഴാനി കനാലിലൂടെ വരുന്ന ജലത്തെ ആശ്രയിച്ചാണ് പാടശേഖരത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. എന്നാൽ വാഴാനി കനാലിൽ നിന്ന് പാടശേഖരത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള സ്പോട്ടുകളും സ്പോട്ടിൽ നിന്നുമുള്ള വെള്ളച്ചാലുകളും ഭൂരിഭാഗം അടഞ്ഞുകിടക്കുകയും കയ്യേറ്റത്തിന് വിധേയമായ അവസ്ഥയിലുമാണ്. പാടശേഖരത്തിലേക്ക് നേരിട്ട് വെള്ളമെത്തിക്കാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കനാലുകളിൽ വെള്ളമെത്തിയാൽ തന്നെ 25 ദിവസങ്ങൾക്കു ശേഷം മാത്രമാണ് ചെറിയ ഉറവുകളിലൂടെ പാടശേഖരത്തിലേക്ക് വെള്ളമെത്തുന്നത്. ഇതിനു പുറമെ വേലൂർ കുറുവന്നൂർ തോട്ടിലെ നിലവിലുള്ള ചീർപ്പ് കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോയതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരുമനയൂർ പഞ്ചായത്തിലെ കാടുപിടിച്ചു കിടക്കുന്ന പൊതുശ്മശാനം മൃതദേഹങ്ങൾ സംസ്കരിക്കാനാവാത്ത നിലയിൽ. പഞ്ചായത്തിലെ 13-ാം വാർഡിൽ തങ്ങൾപടിക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പൊതുശ്മശാനം കാടുപിടിച്ചു കിടക്കുന്നത്. 50 സെന്റ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പൊതുശ്മശാനത്തിൽ മൃതദേഹം സ്ഫുടം ചെയ്യാനുള്ള സ്ഥലം ഉൾപ്പെടുന്ന കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയും കാട് കയറിയ നിലയിലാണ്. ഇഴജന്തുക്കളുടെ കേന്ദ്രമായതോടെ പരിസരവാസികൾ ഭയപ്പാടോടെയാണ് കഴിയുന്നത്. പൊതുശ്മശാനത്തിന് ചുറ്റും മതിലും കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട്. സംസ്കാരം നടത്താൻ കടപ്പുറം പഞ്ചായത്തിനെയും ചാവക്കാട് നഗരസഭയെയും ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ ഭക്ഷ്യമേള നടത്തി. മാഗി പോലുള്ള അപകടകരമായ ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് മേള സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപകൻ സി രാജേന്ദ്രകുമാർ മേള ഉദ്ഘാടനം ചെയ്തു. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മേളയിൽ ഉൾക്കൊള്ളിച്ചത്. ചീരപ്പുട്ട്, കപ്പ ഉപ്പുമാവ്, തുമ്പത്തോരൻ, പഴം അട, ചേനപ്പായസം തുടങ്ങി വ്യത്യസ്തങ്ങളായ ഒട്ടേറെ വിഭവങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. ഏറ്റവും മികച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരുക്കിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റജി കൊച്ചപ്പൻ, കെ.എസ്. ഉണ്ണികൃഷ്ണൻ, എം.ബി. സജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും ലോക പ്ലാസ്റ്റിക് വിരുദ്ധ ദിനം ആചരിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ അധ്യക്ഷൻ പി.എസ്. ജയൻ ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷ മഹിമ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി.കെ. ശ്രീരാമൻ വിഷയാവതരണം നടത്തി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ.പി. വിനോദ് പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭാ ചെയർമാൻ ഏറ്റുവാങ്ങി. ചേലക്കര മണ്ഡലത്തിലെ പകർച്ചവ്യാധി നിയന്ത്രണ അവലോകന യോഗം പി.ഡബ്ല്യു.ഡി. റെസ്റ്റ് ഹൌസിൽ നടന്നു. കെ. രാധാകൃഷ്ണൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മണ്ഡലത്തിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തകരും വിവിധ വകുപ്പ് പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ്, വൈസ് പ്രസിഡന്റ് സുധേവൻ പള്ളത്ത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് റാഫേൽസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ബുധനാഴ്ച ആഘോഷിക്കും. തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥികളുടെ വിളംബര ജാഥയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഒല്ലൂർ എസ്ഐ എം.പി. രാജേഷ് വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യും. ബുധനാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനം മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിക്കും. മേയർ രാജൻ ജെ പല്ലൻ അധ്യക്ഷനാകും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാരുണ്യ പ്രവർത്തനങ്ങളടക്കം 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സിസ്റ്റർ അൽഫോൻസ മരിയ, സിസ്റ്റർ ഹെയ്സൽ, ജോൺ കാഞ്ഞിരത്തിങ്കൽ, ഡേവി പോൾ എന്നിവർ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ദുഖ്രാന തിരുനാളിന് ആയിരങ്ങളെത്തി. തൃശൂർ അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഊട്ടിനുള്ള വിഭവങ്ങൾ ആശീർവദിച്ചു. 11, 12 തീയതികളിൽ ആഘോഷിക്കുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റവും ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു.
1,00,000-ഓളം പേർ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയവയ്ക്ക് ശേഷം തളിയക്കുളത്തിൽ നിന്ന് പ്രദക്ഷിണവും നടന്നു. റെക്ടർ ഫാദർ ജോൺ അയ്യങ്കാനയിൽ, സഹവികാരി ഫാദർ റിഞ്ചോ ഓലപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദുഃഖ്രാന ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്കും ഊട്ടുവെഞ്ചിരിപ്പിനും രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഊട്ടുനേർച്ച വിതരണം നടന്നത്. 25,000-ഓളം പേർക്കാണ് ഊട്ടുസദ്യ തയ്യാറാക്കിയിരുന്നത്. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. ഊട്ടുനേർച്ച വികാരി ഫാദർ വർഗീസ് തെറ്റയിൽ വെഞ്ചരിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ലിൻഡോ പനംകുളം കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാളും KCYM വാർഷികവും ആചരിച്ചു. വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണം നടത്തി. KCYM വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ദേവാലയാങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ജാക്സൺ നീലംകാവിൽ, ML ജോർജ്, KJ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിത്രശലഭങ്ങൾക്കായി എന്നും വസന്തം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് തുമ്പൂർമുഴി വിനോദസഞ്ചാര കേന്ദ്രം. കുലുക്കിച്ചെടിയിൽ മാത്രമല്ല, ഇനി മുതൽ നിരവധി പഴവർഗ്ഗ ചെടികളിലും ചിത്രശലഭ സംഘങ്ങൾക്ക് പാറിപ്പറക്കാം. പ്രകൃതി ഭംഗി നുകരാനെത്തുന്നവർക്ക് വിവിധ ശലഭങ്ങളുടെ കാഴ്ചയൊരുക്കുകയാണ് ടൂറിസം വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനായി ഫ്രൂട്ട്സ് പ്ലാന്റ് തയ്യാറാക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, റംബൂട്ടാൻ തുടങ്ങിയ ചെടികളാണ് ഫലവർഗ്ഗ പാർക്കിൽ അതിഥികളായി എത്തുന്നത്. ഗരുഡശലഭത്തെ ആകർഷിക്കുന്ന അല്പം എന്ന ചെടികൾ വ്യാപകമായി വളർത്താനും ശ്രമം തുടങ്ങി. ഇവയുടെയെല്ലാം വിത്തുകൾ ശേഖരിച്ചിട്ടുണ്ട്. പട്ടിക്കാടുള്ള നഴ്സറിയാണ് ഇതിനായി ടൂറിസം വകുപ്പിനെ സഹായിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠന കളരി കൂടിയാവുകയാണ് തുമ്പൂർമുഴി വിനോദസഞ്ചാര കേന്ദ്രം. സ്ഥിരമായി ചിത്രശലഭ കൂട്ടങ്ങളെ കണ്ടെത്തിയതോടെയാണ് തുമ്പൂർമുഴി ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രമാണെന്ന് തിരിച്ചറിഞ്ഞത്. ബ്ലൂ ടൈഗർ ഇനത്തിൽപ്പെട്ട നൂറുകണക്കിന് എണ്ണം ഇവിടെ സ്ഥിരം അതിഥികളാണ്. കുലുക്കിച്ചെടികളാണ് ഇവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വ്യക്തമായതോടെ അത്തരം ചെടികളെ കൂടുതലായി നട്ടുവളർത്താനും നടപടിയായി. വംശനാശം സംഭവിക്കുന്ന ഇനങ്ങളെ കൂടി ഇവിടെ കണ്ടു തുടങ്ങി. ഇതിനിടെ ഇവിടെ ചിത്രശലഭ പാർക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുമ്പൂർമുഴി കേരളത്തിലെ ഏറ്റവും മികച്ച ചിത്രശലഭ പാർക്കാകുമ്പോൾ അത് അതിരപ്പള്ളി ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാകും. TCV ചാലക്കുടി. എംകോമിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം റാങ്ക് നേടിയ മറ്റം നമ്പഴിക്കാട് ചിറമ്മൽ ഫ്രാൻസിസിന്റെ മകൻ റോൺ ഡ്രിക്സിനെ ഉപഹാരം നൽകി ആദരിച്ചു. CPM മറ്റം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CB അബികേശൻ, VB ശശിധരൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ തിലകൻ, PK രാജൻ, DYFI നേതാവ് ഷിനോജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചേർപ്പ് പാറക്കോവിൽ മേഖലയിലെ ഗുണ്ട വിളയാട്ടത്തിനെതിരെ CPIയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. AISF സംസ്ഥാന സെക്രട്ടറി KP സന്ദീപ് ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. NK സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. CPI ലോക്കൽ സെക്രട്ടറി PV ഭരതൻ, PV സദാനന്ദൻ, KV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി സമയങ്ങളിൽ മാരകായുധങ്ങളുമായി ഒരു സംഘം പ്രദേശത്ത് റോന്തു ചുറ്റുന്നതായി ഇവർ ആരോപിച്ചു. പോലീസ് ശക്തമായി ഇടപെടണമെന്നും രാത്രി പട്രോളിംഗ് നിർബന്ധമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. K. ദാമോദരൻ പഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ K. ദാമോദരൻ സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ VG തമ്പിക്ക് സമ്മാനിച്ചു. ഗുരുവായൂർ നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പുരസ്കാര വിതരണം നിർവഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. K. ദാമോദരൻ പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് C. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. EM സതീശൻ, KK സുധീരൻ, CV ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ 7ാം വാർഡിൽ റോഡരികിലെ സംരക്ഷണ ഭിത്തിയില്ലാത്ത കുളം അപകട ഭീഷണി ഉയർത്തുന്നു. മുതുവട്ടൂർ ചെറ്റ്യാലക്കൽ ക്ഷേത്രത്തിനടുത്തുനിന്ന് പേരകം ഭാഗത്തേക്ക് പോകുന്ന റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കുളം ഉള്ളത്. റോഡിനോട് ചേർന്നുള്ള കുളത്തിനരികിൽ കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ഇവിടെ മാലിന്യം തള്ളുന്നതും പതിവായിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയില്ലാത്തതുമൂലം ഇതുവഴിയുള്ള ഗതാഗതത്തിന് വൻ ഭീഷണിയാണ് ഈ കുളം സൃഷ്ടിക്കുന്നത്.
ഡിജിറ്റൽ ഇന്ത്യ വാരാഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൽ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റൽ ഓൺലൈൻ സേവനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. പോസ്റ്റ് മാസ്റ്റർ കെ പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റൽ അസിസ്റ്റന്റ് വി ശ്രീജിത്ത് ക്ലാസുകൾ നയിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തൃശൂർ സിറ്റി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടത്തി. റൂറൽ എസ്പി എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഐജി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ ശിവവിക്രം, ബീന ഗോപിനാഥ്, അസിസ്റ്റന്റ് കമ്മീഷണർ പി ബി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനാചരണത്തിനോടനുബന്ധിച്ച് ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചേലക്കര ടൌണിൽ റാലി നടത്തി. പ്ലക്കാർഡുകളും പേപ്പർ ക്യാരി ബാഗുകളും തുണിസഞ്ചികളുമായാണ് വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത്. CPO ശിവപ്രകാശ്, പരിസ്ഥിതി ക്ലബ് കൺവീനർ ഗീത മേനോൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ സ്കൂളും പരിസരവും വൃത്തിയാക്കി. വിളവിനൊപ്പം വിലയും വിപണി സാധ്യതയും ഏറിയപ്പോൾ റംബൂട്ടാൻ കർഷകനായ ഷിബു സമൃദ്ധിയുടെ നിറവിൽ. മേലടൂർ ചക്കാലക്കൽ ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി ഇത്തവണ വിലയിൽ മാത്രമല്ല വിളവിലും മികച്ച നിലയിലാണ്. മലേഷ്യൻ ഇനമായ N18 എന്നറിയപ്പെടുന്ന മികച്ച 100ഓളം റംബൂട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൽ 65ഓളം മരങ്ങൾ കായ്ച്ചു. ഇത്രയും മരങ്ങളിൽ നിന്ന് 700ഓളം കിലോഗ്രാം വിളവാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഷിബുവിന് 400 കിലോഗ്രാം റംബൂട്ടാൻ വിൽപ്പനയ്ക്കായി ലഭിച്ചിരുന്നു. ഇപ്പോൾ കിലോഗ്രാമിന് 160 രൂപ വിപണിയിൽ ലഭിക്കുന്നുണ്ട്. മികച്ച ഇനമായ കാരണം ഷിബുവിന്റെ റംബൂട്ടാന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. 50 സെന്റ് സ്ഥലത്ത് തൈവെച്ച് 3-ാം വർഷം കായ്ച്ചു വിളവെടുത്തിരുന്നു. ബെഡ് ചെയ്ത തൈകളായതിനാൽ പരമാവധി 8 മുതൽ 10 അടി ഉയരത്തിൽ മാത്രം വളരുന്നതുകൊണ്ട് വിളവെടുക്കാനും സൗകര്യമാണ്. 2011-ലാണ് ഷിബു റംബൂട്ടാൻ കൃഷി ചെയ്തത്. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള മികച്ച പരിചരണം കൊണ്ടാണ് 3-ാം വർഷം വിളവെടുക്കാൻ സാധിച്ചതെന്ന് ഷിബു പറഞ്ഞു. ജനുവരി മാസത്തിൽ കായ്ക്കുന്ന റംബൂട്ടാൻ 5 മാസം കൊണ്ടാണ് വിളവെടുക്കാൻ പാകമാക്കുന്നത്. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള റംബൂട്ടാനാണ് ഷിബുവിന്റെ തോട്ടത്തിലുള്ളത്. ഇതിൽ മഞ്ഞ നിറത്തിലുള്ളതിന് മധുരം കൂടുതലാണ്. റംബൂട്ടാൻ മരങ്ങൾക്കിടയിൽ റെഡ് ലേഡി ഇനത്തിലുള്ള പപ്പായയും കൃഷി ചെയ്തിട്ടുണ്ട്. ഉയരം താരതമ്യേന കുറഞ്ഞതും മികച്ച വിളവും ലഭിക്കുന്ന റെഡ് ലേഡി വിപണി സാധ്യത ഏറെയുള്ളതാണ്. 60ഓളം പപ്പായകളിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കിലോഗ്രാമിന് 20 രൂപ നിരക്കിലാണ് പൊതുവിപണികളിൽ ഷിബു പപ്പായ വിൽക്കുന്നത്. ശരാശരി 2.5 കിലോഗ്രാം തൂക്കം വരുന്ന പപ്പായയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. കാർഷിക മേഖലയിലെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഷിബു വേറിട്ട മികവ് തേടുകയാണ്. TCV മാള. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹൈവേ പോലീസ് ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് 112 പേർക്കെതിരെ നടപടിയെടുത്തു. പിഴയായി 14,100 രൂപ ഈടാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വാഹന പരിശോധന തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ AT റഷീദ് അധ്യക്ഷത വഹിച്ചു. മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർ CV വിൻസെന്റ്, ജീവകാരുണ്യ പ്രവർത്തകനും റിട്ടയർഡ് DVSPയുമായ ഡോക്ടർ KB സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഡോക്ടർമാരായ കുൽക്കർണി, വി രാമചന്ദ്രൻ, KM പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പിടികിട്ടാപ്പുള്ളിയായ 2 പേർ പോലീസ് പിടിയിൽ. പടിഞ്ഞാറേക്കോട്ടയിൽ യാത്രക്കാരെ ശല്യം ചെയ്തവരെ തടഞ്ഞ പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ ആലുവ സ്വദേശി ഷിബു, പാണഞ്ചേരിയിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന മുല്ലശ്ശേരി സ്വദേശി നസീർ എന്നിവരെയാണ് കമ്മീഷണറുടെ കീഴിലുള്ള സ്ക്വാഡ് പിടികൂടിയത്. പാണഞ്ചേരി 6-ാം കല്ലിലെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം കവർന്ന സംഭവത്തിലാണ് നസീർ ഒളിവിലായിരുന്നത്. തെക്കുംകര മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷനും വാർഡ് പ്രസിഡന്റുമാരുടെ സ്ഥാനാരോഹണവും തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്നു. കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ലീല റോബിൻസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ലീല രാമകൃഷ്ണൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സുലോചന, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ലിസി രാജു തുടങ്ങിയവർ സംസാരിച്ചു. മര ഉരുപ്പടികളുടെ നിർമ്മാണത്തിലും കൊത്തുപണിയിലും ചേർപ്പിനടുത്തുള്ള ചെവ്വൂർ പ്രശസ്തമാണ്. ഈ മേഖലയും തങ്ങൾക്ക് അന്യമല്ലെന്ന് തെളിയിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുണ്ട് ചെവ്വൂരിലെ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത്. ഫർണിച്ചർ നിർമ്മാണ മേഖലയായ ചെവ്വൂരിൽ കൊത്തുപണികളിൽ കമനീയ കലാവിരുതുകൾ ഒരുക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. മരത്തിൽ തീർത്ത ടീപ്പോയ്, മേശകൾ, കസേര, അലമാരകൾ എന്നിവയാണ്
ഡൽഹി സ്വദേശികളായ സംഘം ചെവൂരിലെ പണിശാലയിൽ ഒരുക്കുന്നത്. 16 വർഷത്തോളമായി ഇവർ ചെവൂരിൽ കൊത്തുപണികൾ നടത്തിവരികയാണ്. ചെവൂരിലെ ഫർണിച്ചർ സ്ഥാപനങ്ങളിലേക്കും പുറമേ നിന്നുള്ള ഓർഡറുകളും അനുസരിച്ചാണ് ഇവർ ഫർണിച്ചറുകളിൽ കൊത്തുപണികൾ ചെയ്തു കൊടുക്കുന്നത്. പൂർണ്ണമായും വീട്ടിമരത്തിലാണ് ഇവർ കൊത്തുപണികൾ പൂർത്തിയാക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലേക്ക് ഫർണിച്ചറുകൾ കയറ്റി അയക്കുന്ന ചെവൂർ മേഖലയിലാണ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയെന്ന് സംഘത്തലവൻ പറയുന്നു. ഞായറൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ചെവൂരിലെ പണിശാലകളിൽ കൊത്തുപണികളിൽ വ്യാപൃതരാണ് ഇവർ. ഈ മേഖല ജീവിതോപാധിയായി കണ്ടെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. TCV ചേർപ്പ്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി പകൽ വീട് പ്രവർത്തനം തുടങ്ങി. പൂവത്തൂർ ചൂളപ്പുരയ്ക്ക് സമീപം അറയ്ക്കൽ ഷാജു സംഭാവനയായി നൽകിയ 3 സെന്റ് സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപയും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പകൽ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 5 വരെയാണ് പ്രവർത്തന സമയം. പഞ്ചായത്തിന്റെ വാഹനത്തിൽ വയോജനങ്ങളെ വീടുകളിൽ നിന്നും പകൽ വീട്ടിലേക്കും വൈകിട്ട് തിരിച്ചും എത്തിക്കും. അന്തിക്കാട് ജനമൈത്രി പോലീസിന്റെയും കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് പുതപ്പുകൾ നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കാണ് പുതപ്പുകൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, അന്തിക്കാട് SI KJ ടോണി, CPO PX സോണി, കെയർ അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ നെച്ചിക്കോട്ട്, ഹരീഷ് അറക്കൽ, MV അരവിന്ദൻ, KA ജോസ് എന്നിവർ ചേർന്നാണ് പുതപ്പുകൾ സമ്മാനിച്ചത്. കൂടാതെ അന്തിക്കാട് സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്ന് സമാഹരിച്ച തുകയും വൃദ്ധസദനത്തിന് നൽകി. തീരദേശത്ത് വീണ്ടും വ്യാപകമായി കുടിവെള്ളം പാഴാകുന്നു. പ്രധാന വിതരണ പൈപ്പായ 500 mm പ്രമോ പൈപ്പ് പല ഭാഗത്തും തകർന്നതാണ് കുടിവെള്ളം പാഴാകാൻ കാരണം. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് ഈ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. തളിക്കുളം തൊട്ട് തെക്കോട്ട് നിരവധിയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം കുത്തിയൊഴുകുന്നുണ്ട്. ചന്ദ്രാപിന്നി CV സെന്റർ, എടമുട്ടം, പുളിഞ്ചോട്, ചൂലൂർ, കയ്പമംഗലം, ചളിങ്ങാട്, ശിവനട, കാക്കാത്തിരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം പാഴാവുകയാണ്. കാട്ടൂർ പറയംകടവിൽ പ്രധാന വിതരണ പൈപ്പ് തകർന്നതിന്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ ചോർച്ചകൾ പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി നാട്ടിക എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ഇടവേള. ഗ്രാമവാർത്തകളിലേക്ക് വീണ്ടും. കൊടുങ്ങല്ലൂർ താലൂക്കിൽ BJP ഹർത്താൽ ആചരിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് CPM പ്രവർത്തകർ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. DYFI നേതാവായിരുന്ന KU ബിജുവിന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി CPM വ്യാഴാഴ്ച കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനക്കാർ ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലേക്ക് കല്ലെറിഞ്ഞുവെന്ന ആരോപണത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കൊടുങ്ങല്ലൂരിൽ ഹർത്താലിനോടനുബന്ധിച്ച് BJPയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി മുരളി, BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, CM ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. AR ശ്രീകുമാർ, പോണത്ത് ബാബു, TB സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ടശ്ശാംകടവ് യൂണിറ്റ് ഓഫീസിന്റെയും വാർഷിക സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ES ബിജു നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CL റാഫേൽ, ജില്ലാ സെക്രട്ടറി KM ലെനിൻ, ജില്ലാ പ്രസിഡന്റ് ജോസ് തെക്കേത്തല എന്നിവർ സംസാരിച്ചു. വയലത്തൂർ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാ വീടുകളിലേക്കും ഔഷധച്ചെടികൾ വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോജു പനക്കൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബൈക്ക് റാലി, വൃക്ഷത്തൈ നടീൽ എന്നിവ നടന്നു. CK ജോയ്, VV ജെയിംസ്, ആനന്ദ തോമസ് എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ റെയിൽവേ ഗേറ്റിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ പഴക്കം ചെന്ന ഇരുനില കെട്ടിടം വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. 3 കടമുറികളുള്ള കെട്ടിടമാണ് പഴക്കം മൂലം അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഈ കെട്ടിടത്തിലെ ഒരു മുറിയിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ പുറകുവശം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപേ ഒഴിഞ്ഞുപോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കടമുറി പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ബാക്കി 2 മുറികൾ ഏത് സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്.
റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ കടമുറികൾ നന്നാക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യാത്ത ഉടമയുടെ നടപടിയിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ബസ്സിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥിനിയെ ശല്യപ്പെടുത്തിയ ആളെ പോലീസിലേൽപ്പിച്ച് മാതൃകയായ വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രശംസിച്ചു. ICA കോളേജിലെ ഫൈനൽ വിദ്യാർത്ഥിനികളായ റെയ്ഹനത്ത്, മറിയം ജമീല, ടെസ്നി എന്നിവരാണ് തങ്ങളുടെ കൂട്ടുകാരിയെ ഉപദ്രവിച്ച വ്യക്തിയെ പിടിച്ച് പോലീസിലേൽപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രവൃത്തിയിൽ സ്കൂളിനും മാനേജ്മെന്റിനും അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. മറ്റു കുട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥിനികൾ മാതൃകയാണെന്നും പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു. ചാവക്കാട് ദേശീയപാത 17 മണത്തല കാണക്കോട്ട് സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിലും സ്കൂൾ മതിലിലും ഇടിച്ചു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൈസൂരിൽ നിന്ന് കാലടിയിലേക്ക് നെല്ല് കയറ്റിക്കൊണ്ടുവന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി തിരിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ നെന്മിനി ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന സിദ്ധസമാധി യോഗ പഠന ശിബിരം സമാപിച്ചു. നെന്മിനി ബലരാമക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്കു ശേഷം പ്രദക്ഷിണം നടത്തിയാണ് സമാപന ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഗുരുപൂജയും നടന്നു. സിദ്ധസമാധി യോഗ സംസ്ഥാന കാര്യദർശി ഭാസൻ, ആലുക്കൽ രാധാകൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. വിവാഹ വാഗ്ദാനം നൽകി വിവാഹമോചിതയായ യുവതിക്കൊപ്പം വർഷങ്ങളോളം താമസിച്ച ശേഷം കടന്നുകളഞ്ഞുവെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം CI കൃഷ്ണദാസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം കോക്കൂർ സ്വദേശി തൈക്കടവിൽ റഫീഖാണ് പിടിയിലായത്. പാവറട്ടി സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. ദേശമംഗലം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സൌജന്യ യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. SMC ചെയർമാൻ റസാഖ് തലശ്ശേരി അധ്യക്ഷത വഹിച്ചു. SSA ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് യൂണിഫോം നൽകുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ PS ലക്ഷ്മണൻ, SA ഷിഹാബ്, സ്റ്റാഫ് സെക്രട്ടറി CR പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. സുഹൃത്തിന് നൽകാനെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പൊതിയിൽ കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തെക്കേ പുന്നയൂർ കടയിൽ ഷാഹിദിന്റെ കയ്യിലാണ് വീട്ടിലെത്തിയ ആൾ കഞ്ചാവടങ്ങിയ പൊതി നൽകിയത്. കൂടെ ജോലി ചെയ്യുന്ന ഗുരുവായൂർ സ്വദേശിക്ക് നൽകാനെന്ന് പറഞ്ഞാണ് പൊതി കൈമാറിയത്. പരിശോധനയിൽ പൊതിയിൽ 50 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. സമയക്രമത്തെ ചൊല്ലി ബസ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. തൃശൂർ കുന്നംകുളം ചിറക്കൽ റൂട്ടിലോടുന്ന അലങ്കാർ ബസിന്റെ ഡ്രൈവർ ചിറ്റഞ്ഞൂർ കോടത്തൂർ വീട്ടിൽ പ്രബീഷിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിൽ ഇയാളുടെ ചെവിയുടെ പാട തകർന്നതായി ഡോക്ടർമാർ പറഞ്ഞു. പ്രബീഷിന്റെ കഴുത്തിലുണ്ടായിരുന്ന 1 പവന്റെ മാല വലിച്ചു പൊട്ടിച്ചതായും പരാതിയിലുണ്ട്. തൃശൂരിൽ നിന്ന് പുറപ്പെട്ടതിനുശേഷം അലങ്കാർ, നിഷ ബസുകൾ മത്സര ഓട്ടം നടത്തുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. നിഷ ബസിന്റെ ഉടമയാണ് തന്നെ മർദ്ദിച്ചതെന്ന് പ്രബീഷ് പറഞ്ഞു. കുന്നംകുളം പോലീസ് കേസെടുത്തു. RTO നിശ്ചയിച്ച സമയക്രമം അധികാരികൾ നടപ്പിലാക്കാത്തതാണ് ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം ചൂണ്ടിക്കാട്ടി. സമയക്രമം പാലിക്കാൻ CI മുതൽ ജില്ലാ കളക്ടർ വരെ നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവും അധികൃതർക്ക് നൽകിയിരുന്നു. RTO സമയക്രമം നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ 26 ശേഷം ബസ് സർവീസ് നിർത്തിവച്ച് സമരത്തിനിറങ്ങുമെന്ന് ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ് പറഞ്ഞു. പെരുവല്ലൂർ മദർ കോളേജിൽ വിദ്യാർത്ഥി സമരത്തിനിടെ അധ്യാപകന്റെ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികളായ കടങ്ങോട് സ്വദേശി പുത്തൻപീടിക വീട്ടിൽ അഫ്സൽ, പുതിയ വീട്ടിൽ കൊട്ടിലിക്കൽ സഗീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയെ പുറത്താക്കിയ നടപടിക്കെതിരെ നടന്ന സമരത്തിനിടെ കോളേജിൽ നിന്ന് പുറത്തുപോകുകയായിരുന്ന അധ്യാപകന്റെ കാർ വിദ്യാർത്ഥികളെ ഇടിക്കുകയായിരുന്നു. പാവറട്ടി ജൂനിയർ SI K വിപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അധ്യാപകന്റെ കാർ സമരക്കാർ തടയുകയായിരുന്നുവെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. അഖില ഭാരത പുരാണ പാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സത്സംഗമവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശാന്ത P നായർ അധ്യക്ഷത വഹിച്ചു. ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി, സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ B മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
സപ്തതി തികഞ്ഞ സമിതി അംഗങ്ങളെയും മാധ്യമപ്രവർത്തകൻ കല്ലൂർ ഉണ്ണികൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് KCYM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാന ചടങ്ങ് നടത്തി. കളക്ടർ MS ജയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ നോബി അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ചു. MP വിൻസെന്റ് MLA മുഖ്യാതിഥിയായിരുന്നു. ഇടവകയിലെ 100% വിജയം നേടിയ സ്കൂളുകളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ ടെന്നി താണിക്കൽ, കൺവീനർ ഫിൻസൻ റാഫേൽ, സെബി ആന്റണി എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചിത്വ മിഷന്റെ ഭാഗമായി പ്ലാസ്റ്റിക് വിരുദ്ധ ദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക VC കുമാരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായി റാലി നടത്തി. വിദ്യാലയ പരിസരത്ത് ബോധവൽക്കരണ ലഘുലേഖയും വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും പാഴ്വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച കരകൌശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. VR കനകവല്ലി, PTA ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങാലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പ്രസാദ ഊട്ട്, ഭക്തി പ്രഭാഷണം എന്നിവ നടന്നു. അഴകത്ത് മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡിജിറ്റൽ ഇന്ത്യ വാരാഘോഷത്തിന്റെ ഭാഗമായി ചാവക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. MRRM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റൽ സംവിധാനങ്ങൾ പരിചയപ്പെട്ടു. പോസ്റ്റ് മാസ്റ്റർ VI സീന ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ തൈസീർ, MC നിശാന്തിനി, KP സിനി എന്നിവരും സംസാരിച്ചു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉപദേവതാ ക്ഷേത്രത്തിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബാബു ശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. മേൽശാന്തി ഷെൽവൻ അരൂർ, ഉപദേവതാ ക്ഷേത്ര നിർമ്മാണ ശില്പി ബാബു ശങ്കർ മേലൂർ, ക്ഷേത്രം രക്ഷാധികാരി C ഗിരിജൻ മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനാചരണം പ്രസിഡന്റ് TA ആയിഷ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് അംഗം AT കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ KP ഉമ്മർ, സതി ജനാർദ്ദനൻ, KK സജീവൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരുൺകുമാർ, അനൂപ് എന്നിവർ ക്ലാസ് എടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പുഴയ്ക്കൊരു മുളച്ചേല പദ്ധതിക്ക് തുടക്കമായി. മുളത്തൈകൾ നട്ട് കനോലി കനാലിന്റെ സംരക്ഷണത്തോടൊപ്പം സൌന്ദര്യവും നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാട്ടിക ചെമ്മാപ്പിള്ളി കടവിൽ മുളത്തൈകൾ നട്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. VR വിജയൻ അധ്യക്ഷത വഹിച്ചു. C ശങ്കരനാരായണൻ, KP സുഖദാസ്, MV വിമൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 500ഓളം മുളത്തൈകളാണ് പുഴയോരത്ത് നട്ടത്. ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ എബിൻ ഇരുവേലിക്കൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. വളപ്രദക്ഷിണവും ഉണ്ടായിരുന്നു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ പ്ലാസ്റ്റിക് വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. റൂറൽ SP N വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ C അനിത ശങ്കർ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് CI R രതീഷ് കുമാർ, TV സജീവ്, KN രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. NCC കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കനകമല മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്കു ശേഷം റക്ടർ ഫാദർ ജോൺ കവലക്കാട്ട് ഊട്ടുവെഞ്ചിരിപ്പ് നടത്തി. തുടർന്ന് ദേവാലയ അങ്കണത്തിൽ സജ്ജമാക്കിയ പന്തലിൽ നേർച്ച സദ്യ നടത്തി. മൂവാറ്റുപുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വർഗീസ് കുന്നുപുറത്തിൽ, ഫാദർ ജിജോ പുതുശ്ശേരി, ഫാദർ ലിജോ കരുത്തി, ഫാദർ ജോൺസൺ പങ്കിയത്ത് എന്നിവർ വിവിധ സമയങ്ങളിൽ നടന്ന ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ട്രീജോ ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികനായി. അരിമ്പൂർ കൈപ്പിള്ളിയിൽ നായർ സമാജം രൂപീകരണ യോഗം നടന്നു. സമസ്ത നായർ സമാജം ജില്ലാ പ്രസിഡന്റ് കമലാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. നന്ദകുമാരൻ നായർ, P അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് KGM UP സ്കൂളിൽ രക്ഷാകർതൃ യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം TK മാധവൻ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ MPC താര ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് E രമേശൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, റീജ തോമസ്, TR സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ PTA ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു.
കുന്നംകുളം ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ലൂവീസ് എടക്കളത്തൂർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണവും നടന്നു. ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്ലക്കാർഡുകളുമേന്തി പഞ്ചായത്തിലെ വിവിധ വീടുകൾ സന്ദർശിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. പ്രധാന അധ്യാപകൻ TJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. PM റംല, TA റസിയ, റമിൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ മാഡം ക്യൂറി ചരമദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകൾ പ്രധാന അധ്യാപിക AS പ്രേംസിക്ക് PTA പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ കൈമാറി. AA ഉസ്മാൻ, MS രാമകൃഷ്ണൻ, MV ബ്ലേസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിന്റെ പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പേപ്പർ ബാഗുകൾ വിതരണം ചെയ്തു. KPCC വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറിയായി അന്തിക്കാട് സ്വദേശി രാമചന്ദ്രൻ പള്ളിയിലിനെ തിരഞ്ഞെടുത്തതായി KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ വിജയ് ഹരി പ്രസ്താവനയിൽ അറിയിച്ചു. വിചാർ വിഭാഗിന്റെ അന്തിക്കാട് മണ്ഡലം മുൻ ചെയർമാനായിരുന്നു രാമചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. ഈ മാസം 17-ന് ആരംഭിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന് ഒരുക്കം പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ. രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തി തീരദേശ മേഖലയിൽ ന്യൂഡിൽസിന് സമാനമായ പാക്കറ്റ് മിശ്രിതത്തിന്റെ വിൽപ്പന. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമുള്ള കടകളിലാണ് വൈവ എന്ന പേരിലുള്ള മിശ്രിതം വിൽക്കുന്നത്. പാക്കറ്റിലുള്ള മിശ്രിതത്തിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടെന്ന് സംശയം. കാറളം ആവൽച്ചിറ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം. നാട്ടുകാർ യാത്രാ ദുരിതത്തിൽ. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.